ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷൺജികോൻ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത്രയും നാളെ എൻ്റെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്തവർക്ക് ഞാൻ താങ്ക്സ് പറയുന്നു. കാരണം ഞാനൊരു സോറി കൂടി പറയുകയാണ്. കാരണം ഇത്രയും നാൾ ഈ വീഡിയോ ഇടാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്ക് പോകാൻ വന്നൊരു ബുക്ക് എളുപ്പം വലിയ ബുക്കായിരുന്നു. പിന്നെ എനിക്ക് കുറേ ക്വിസ് ഉണ്ടായിരുന്നു. ഈയിടെയായിട്ട് ജനയുഗം സഹപാഠി അറവുത്സവത്തിൻ്റെ ജില്ലാതല ക്വിസ് മത്സരമുണ്ട്. അതിനുവേണ്ടി പഠിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പുതിയൊരു പുസ്തകം വായിച്ച് എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകിയ ക്ലൂ വച്ച് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും ആരാണെന്ന്. ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു തുള്ളൽ പ്രസാദിൻ്റെ ഉപജ്ഞാതാവാണെന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ മലയാളത്തിൻ്റെ ജനകീയ കവിയും എഴുത്തച്ഛന് ശേഷം മലയാള ഭാഷയുടെ പിതാവാണല്ലോ തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛന് ശേഷം മലയാള ഭാഷയ്ക്ക് ഒട്ടേറെ സംഭാവന നൽകിയ മലയാളത്തിലെ ജനകീയ കവി വണ്ണാനുള്ളി കുഞ്ചൻ നമ്പ്യാർ. ആ കുഞ്ചൻ നമ്പ്യാർ എന്ന് തന്നെ പേരുള്ള ഒരു ബുക്കാണിത്. ഇത് എഴുതിയത് KL കൃഷ്ണദാസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നതിന് മുമ്പ് ആദ്യം അതിൻ്റെ പിന്നിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കണം. ബുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ആ പിന്നിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിക്കാം. തുഞ്ചത്തെഴുത്തച്ഛന് ശേഷം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും മഹത്തായ സംഭാവനകൾ നൽകിയ കവി പ്രതിഭയാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. കാവ്യ നൃത്ത സംഗീത കലകളിൽ അതീവ പ്രാവീണ്യമുണ്ടായിരുന്നു അദ്ദേഹം. തുള്ളൽ കഥകളുടെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്നു. തുള്ളലിൻ്റെ സാധാരണക്കാരൻ്റെ കലയായി വളർത്തിയെടുക്കുന്നതിൻ്റെ അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ്. ശക്തമായ ആവേശഹാസ്യത്തിലൂടെ അന്നത്തെ സാമൂഹ്യ ദുരാചാരങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിച്ച മഹാകവിയുടെ ജീവിതകഥ. അപ്പോൾ ഇതൊരു ജീവചരിത്രമാണ്. പക്ഷേ ഇവിടെ കൂടുതൽ പറയുന്നത് കവികളുടെ കാര്യമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ശേഷം തുള്ളൽ കവികളുടെ കാര്യമാണ്. ഇതിൽ മിക്കുള്ള പേജുകൾ തുള്ളൽ കവികളുടെയാണ്. ഓട്ടംതുള്ളലിൻ്റെ അല്പം ചിത്രങ്ങളും ഉണ്ട്. അതിലൊരു ചിത്രം ഞാൻ കാണിക്കാം. അമ്പലപ്പുഴയിലാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ കുറേ നാൾ വസിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്പലപ്പുഴയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ പാൽപ്പായസം ആലോചിക്കുമ്പോൾ നാക്കി വെള്ളം ഊറുന്നു. അത്രയ്ക്കും രുചിയുള്ള പാൽപ്പായസമാണ്. അതിൻ്റെ ചിത്രം ഇതാണ് അവിടുത്തെ പാൽപ്പായസത്തിൻ്റെ ചിത്രം. കുഞ്ചൻ നമ്പ്യാർ കൊട്ടിയിരുന്ന മിഴാവും കാണണോ? ഇതാണ് കുഞ്ചൻ നമ്പ്യാർ കൊട്ടിയിരുന്ന മിഴാവ്. മിഴാവ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. കൂത്ത്, കൂടിയാട്ടം, തുള്ളൽ തുടങ്ങിയ കലകൾക്ക് പ്രധാനമായി ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് മിഴാവും ഇഴക്കയും. അത് നമ്മുടെ ചെണ്ട പോലൊരു സാധനമാണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഡം 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 എന്ന് കൊട്ടും. പിന്നെ അമ്പലപ്പുഴയിലെ ശ്രീമതി മണ്ഡപമുണ്ട്. ഇതാണ് ശ്രീമതി മണ്ഡപം. പിന്നെ വളരെ വിശേഷങ്ങളുണ്ട്. അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കൻ നടയിലാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശവശരീരം കത്തിച്ച സ്ഥലത്തിന് തൊട്ടടുത്ത് കത്തിച്ചില്ല, അതവിടെ തന്നെ അഴിക്കിടപ്പുണ്ട്. ഒരു തുള്ളലും കഥകളിയും കലകൾ പഠിപ്പിക്കുന്ന ചെറിയ ആഡിറ്റോറിയം ഉണ്ട്. ആഡിറ്റോറിയത്തിൻ്റെ ചിത്രം കാണിച്ചു തരാം. ഇതാണ് ആഡിറ്റോറിയത്തിൻ്റെ ചിത്രം. അപ്പോൾ നിങ്ങളിത് എന്തായാലും വായിച്ചു നോക്കണം. ഇഷ്ടം പോലെ ഇതിനകത്ത് തുള്ളൽ കവിതകളുണ്ട്. ഇതാണ് കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകമേ. അതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. മലയാളത്തിലെ ജനകീയ കവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് ശേഷം വളരെ പ്രസ്താവനകളാണ് നമ്മളെ മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയത്. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ബുക്കിൻ്റെ പ്രത്യേകത തീർന്നില്ല. ഇതിൽ കുഞ്ചൻ നമ്പ്യാർ എഴുതിയ ധാരാളം തുള്ളൽ കഥകളുടെ പേരും അത് ഏതൊക്കെ തുള്ളലിലാണ് അവതരിപ്പിച്ചതെന്നും കേട്ടിട്ടുണ്ട്. ആദ്യം തന്നെ ഓട്ടംതുള്ളലാണ്. ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച ഏതൊക്കെ കൃതികളാണെന്ന് വെച്ചാൽ ഞാൻ അത് വായിക്കാം. ഞാൻ വായിക്കുന്നില്ല.
കാരണം ഞാൻ ഇപ്പോഴെല്ലാം ഇതങ്ങ് വായിച്ച് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും. അത് കാരണം ഞാൻ ഇപ്പോൾ തന്നെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഈ കുഞ്ചൻ ബുക്കിനകത്ത് കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് വെച്ചാൽ നമ്പ്യാരിലെ അന്വേഷണ പ്രതിഭയാണ്. ഈ ജീവചരിത്രത്തിൽ നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം, അത്രയ്ക്കും നല്ല ബുക്കാണിത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ പേര് ശരൺജി ഗോവിന്ദ്. നിങ്ങൾ ഇത്രയും നേരം കണ്ടത് വേൾഡ് ഓഫ് നോളജ് ആണ്.